viewers, welcome to ACS online class. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും പേജ് നമ്പർ 100 എടുത്തേ. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പേജ് നമ്പർ 99 വരെ പഠിച്ചു. ഇനി പേജ് നമ്പർ 100. ഓക്കെ, ബർത്ത് സർട്ടിഫിക്കറ്റ്. ഓക്കെ, look at the birth certificate of Binsi. എല്ലാവർക്കും അറിയാമോ എന്താണ് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന്? എല്ലാവർക്കും ഉണ്ടാവും ബർത്ത് സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. കാരണം എന്താണ്, നിങ്ങളെല്ലാം ജനിച്ച സ്ഥലം, ജനിച്ച എന്താ ഡേറ്റ്, ഇത് നിങ്ങളുടെ പേര്, ഓക്കെ, ഇതെല്ലാം ഉള്ള ഒരു രേഖയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പൊ ബിൻസിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്കൊന്ന് കാണാം. കണ്ടില്ലേ, ഒരു ബോക്സിനകത്ത് കണ്ടില്ലേ, ഗവൺമെന്റ് ഓഫ് കേരള ബർത്ത് സർട്ടിഫിക്കറ്റ് കണ്ടോ? ബിൻസി തോമസ് ജേക്കബ്. കണ്ടോ, പേരെന്താണ് ആ കുട്ടിയുടെ? ബിൻസി തോമസ് ജേക്കബ്. സെക്സ് ഫീമെയിൽ, പെൺകുട്ടിയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടോ, ജനിച്ച ദിവസം ഏതാണ്? 2/5/2002 അല്ലെ. 2-ാം തീയതി 5 എന്ന് കിടക്കുന്നത് ഏതാണ്? 5 എന്ന് കിടക്കുന്നത് മെയ് മാസമാണ്. 2002 എന്ന വർഷത്തിലാണ് ജനിച്ചത്. പ്ലേസ് ഓഫ് ബർത്ത് എവിടെയാണ് ജനിച്ചത്? കടമ്പുഴ ഹോസ്പിറ്റൽ. ഇനി നെയിം ഓഫ് ഫാദർ, ഫാദറിന്റെ പേരെന്താണ്? ജേക്കബ് തരകൻ. നെയിം ഓഫ് മദർ ലോറ തോമസ്. ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ഇത് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിച്ച ദിവസം, ഓക്കെ, രജിസ്റ്റർ ചെയ്ത ദിവസം ഏതാണ്? 2/5/2002. ജനിച്ച അതേ ദിവസം തന്നെയാണ് ഈ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി രജിസ്ട്രേഷൻ കൊടുത്തത് അല്ലെ. ഇനി രജിസ്റ്റർ നമ്പറോ 815/1002 അല്ലെങ്കിൽ 02. ഓക്കെ, അപ്പോ ബിൻസിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ കണ്ടല്ലേ. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളുണ്ട്? പേരുണ്ട്, ആൺകുട്ടി അല്ലെ, ജെൻഡർ ഉണ്ട്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള കാര്യമുണ്ട്, ഡേറ്റ് ഉണ്ട്, അച്ഛന്റെ പ്ലേസ് ഓഫ് ബർത്ത് എവിടെയാണ് ജനിച്ചത്, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, രജിസ്ട്രേഷൻ ചെയ്ത ദിവസം, എന്താണ് രജിസ്ട്രേഷൻ നമ്പർ, ഈ കാര്യങ്ങളെല്ലാം ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് ഉണ്ടായിരുന്നു അല്ലെ. നിങ്ങൾക്ക് എല്ലാം ബർത്ത് സർട്ടിഫിക്കറ്റ് കാണും. നിങ്ങളുടെ ഉമ്മയോടോ അപ്പയോടോ ചോദിക്കണം കേട്ടോ, എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കണം. നമുക്ക് അത് ചെയ്യാനുണ്ട്. ഇവിടെ അടുത്ത പേജിൽ നമുക്ക് സ്വന്തം ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബിൻസിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2/5/2002 shows the Binsi was born on 2/5/2002 എന്നാണ് ഡേറ്റ് അല്ലെ. 2/5/2002. ഓക്കെ, 2/5/2002 എന്നാണ്. 2/5/2002 എങ്ങനെ വായിക്കാം? ഒരു ഡേറ്റിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? ഫസ്റ്റ് കാണുന്ന നമ്പർ ഏതാണ്? ദിവസം ആയിരിക്കും അല്ലെ. സെക്കൻഡ് കാണുന്ന നമ്പർ മാസമാണ് അല്ലെ. മാസം, ഏത് മാസമാണോ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറാണ് ആ സെക്കൻഡ് കാണുന്ന നമ്പർ. മൂന്നാമത് കാണുന്ന നമ്പർ എന്തായിരിക്കും? വർഷത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ 2002 എന്നുള്ള ആ വർഷമാണ് ബിൻസി ജനിച്ചത്. അപ്പൊ 2002 ആണ് ലാസ്റ്റ് എഴുതുന്നത്. ഓക്കെ, ഇനി 2/5/2002 shows that Binsi was born on 2/2. ഈ 5 എന്നുള്ളത് ഏത് മാസമാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. 5-ാം മാസം ഏതാണ്? മെയ് ആണല്ലേ. അപ്പൊ അവിടെ എഴുതിക്കുക എല്ലാവരും. 2nd of May in the year 2002. സെക്കൻഡിന് 2 അവിടെ ഉണ്ട്. ND of May എന്ന് മാത്രം ആ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി. 2/5/2002 shows the Binsi was born on 2 എന്നുണ്ട്. ND എന്ന് കൂട്ടി വായിച്ചാൽ 2ND എന്ന് കൂട്ടി വായിച്ചാൽ സെക്കൻഡ് എന്ന് വായിക്കാം. 2nd of May in the year 2002. ബിൻസി ജനിച്ച ദിവസം 2002 മെയ് മാസം 2-ാം തീയതി അല്ലെ. ഇനി how old will Binsi will be on 2 May 2008. 2008 അല്ലെ. 2 May 2008 എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. 2 എന്ന് പറഞ്ഞാൽ ആ ദിവസം, അത് ശരി തന്നെയാണ്. മെയ് എന്ന് പറഞ്ഞാൽ 5-ാം മാസം, അതും അങ്ങനെ തന്നെയാണ്. 2008. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റില് ബിൻസിയുടെ പ്രായം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ദിവസങ്ങളിലെ വ്യത്യാസമൊന്നുമില്ല, മാസങ്ങളിലെ വ്യത്യാസമൊന്നുമില്ല, പകരം വർഷങ്ങളിലെ വ്യത്യാസമുണ്ട് അല്ലെ. വർഷങ്ങളിലെ വ്യത്യാസമുണ്ട്. വലിയ വർഷം ഏതാണ്? 2008. വലിയ നമ്പർ 2008 ആണ്.
അപ്പോൾ 2008 മൈനസ് 2002 ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഡേറ്റിൽ 2/5/2008 ബിൻസിക്ക് എത്ര പ്രായമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആ വർഷത്തിലുള്ള വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ഡേറ്റ് എടുത്ത് നോക്കുമ്പോൾ വർഷത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ വർഷങ്ങൾ തമ്മിൽ മൈനസ് ചെയ്ത് നോക്കാം. 2008 മൈനസ് 2002 ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യാം? വൺസ്, ടെൻസ്, 100, 1000. ഓക്കെ, 4 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുന്ന ഏത് റൂളാണ്? വൺസുകൾ ഒരുമിച്ച് സബ്ട്രാക്ട് ചെയ്യുക, ടെൻസ് ഒരുമിച്ച് സബ്ട്രാക്ട് ചെയ്യുക, 100 ഒരുമിച്ച്, 1000 ഒരുമിച്ച്. വൺസിന്റെ സ്ഥാനത്ത് 8ഉം 2 ആണ്. 8 മൈനസ് 2 എന്താണ്? 6 ആണ്. ടെൻസിന്റെ സ്ഥാനത്ത് 0 മൈനസ് 0 0 തന്നെയാണ്. 100ന്റെ സ്ഥാനത്ത് 0യും മുകളിൽ 0യും താഴെ 0 ആണ്. 0 മൈനസ് 0 0 ആണ്. 1000ന്റെ സ്ഥാനത്ത് മുകളിൽ 2ഉം താഴെ 2 ആണ്. അപ്പോൾ 2 മൈനസ് 2 0 ആണ്. അപ്പോൾ ഉത്തരം എന്ത് കിട്ടി? 6 എന്ന ഉത്തരം കിട്ടും അല്ലേ? അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഹൗ ഓൾഡ് വിൽ ബിൻസി ബി ഓൺ 2 മെയ് 2008? 2008 രണ്ടാം തീയതി മെയ് മാസം ബിൻസിക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? 6 വയസ്സ് പ്രായമുണ്ട് അല്ലെ? അതേ തന്നെ ഉണ്ട് നമുക്ക്. 2002 കഴിഞ്ഞാൽ 2003, 2004, 2005, 2006, 2007, 2008. 2008 വരുന്നത് 6ാം വർഷമാണ് അല്ലെ? അപ്പൊ 6 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഇതിക്ക് എല്ലാവരും 6 years. ഇനി third question, how old will she be in the year 2052? 2052 ബിൻസിക്ക് എത്ര വയസ്സ് പ്രായം ഉണ്ടായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2052 മൈനസ് ഈ ജനിച്ച വർഷം 2002 ചെയ്ത് നോക്കാം. 1000, 100, tens, ones. ഓക്കെ, വൺസിന്റെ സ്ഥാനത്ത് 2 മൈനസ് 2 എന്താണ്? 0 ആണ്. ടെൻസിന്റെ സ്ഥാനത്ത് 5 മൈനസ് 0 5 ആണ്. 100ന്റെ സ്ഥാനത്ത് 0 മൈനസ് 0 0 ആണ്. 1000ന്റെ സ്ഥാനത്ത് 2 മൈനസ് 2 എന്താണ്? 0 ആണ്. ഉത്തരം എന്ത് കിട്ടി? 50 എന്ന് കിട്ടും അല്ലെ? 50 എന്ന് കിട്ടും. സംശയമുണ്ടെങ്കിൽ എല്ലാവരും 2052 മൈനസ് 2002 സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ 50 എന്ന് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 50 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 2002 ജനിച്ച ബിൻസിക്ക് 2052 ആകുമ്പോൾ എത്ര വയസ്സ് പ്രായമുണ്ട്? 50 years. ഓക്കെ, അവിടെ എഴുതിക്കുക എല്ലാവരും 50 years. ഇനി 4, on what date will she be on 8 years old? Write in numbers. 8 വയസ്സ് പ്രായം ഉള്ള ബിൻസിയുടെ ഡേറ്റ് ഏതായിരിക്കും? ഓക്കെ, 8 വയസ്സ് പ്രായം വരുന്ന ആ വർഷം ഏതായിരിക്കും? ഡേറ്റിന് വ്യത്യാസമൊന്നും, ജനിച്ച ദിവസവും ജനിച്ച മാസം അല്ലെ? ആ മാസം തന്നെയായിരിക്കും. വർഷത്തിലുള്ള വ്യത്യാസമല്ലേ നമ്മുടെ പ്രായ വ്യത്യാസമായിട്ട് പറയുന്നത്. അപ്പൊ എന്താണ്? 205 എന്നുള്ള കറക്റ്റ് ആയിരിക്കും അല്ലെ? ഇനി 2002 2-ാം തീയതി 5ാം മാസം 2002 ജനിച്ച ബിൻസിക്ക് 8 വയസ്സ് വരുന്നത് ഏത് വർഷമാണ് അല്ലെങ്കിൽ ഏത് ഡേറ്റ് ആണ്? ഡേറ്റിൽ പക്ഷെ നമുക്കറിയാൻ വ്യത്യാസമില്ല. ആ മാസം ബർത്ത്ഡേ ആഘോഷിക്കത്തില്ലേ? ആ മാസം. അല്ലെങ്കിൽ 8 വയസ്സ് പ്രായം വരുന്നത് ഏത് വർഷമായിരിക്കും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2002 plus 8 ചെയ്യാം. 2002 plus 8 1000, 100, tens, ones. ഓക്കെ, 2 plus 8 എന്താണ്? 10 ആണ്. 10ന്റെ 0 എഴുതി. വൺസിന്റെ സ്ഥാനത്തുള്ള 0 മാത്രം വൺസിന്റെ കൂടെ എഴുതി. ടെൻസിന്റെ സ്ഥാനത്തുള്ള 1 ടെൻസിന്റെ കൂടെ എഴുതി. ഓക്കെ, അപ്പൊ ടെൻസിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്യാനുണ്ട്? 1 ഉണ്ട്, 0 ഉണ്ട്. 1 plus 0 എന്താണ്? 1 ആണ്. ഇനി 100ന്റെ കൂടെ ആഡ് ചെയ്യാനൊന്നുമില്ല, ആ നമ്പർ താഴത്തോട്ട് എഴുതി. 1000ന്റെ കൂടെ ആഡ് ചെയ്യാനൊന്നുമില്ല, ആ നമ്പർ താഴത്തോട്ട് എഴുതി. അപ്പോ 2010 ബിൻസിക്ക് എത്ര വയസ്സാകുന്നത്? 8 വയസ്സാകുന്നത് 2010 അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 2/5/2010 ആകുമ്പോൾ ബിൻസിക്ക് 8 വയസ്സ് പ്രായമുണ്ടായിരിക്കും അല്ലെ? അപ്പൊ ആ ഡേറ്റ് എഴുതിക്ക്. റൈറ്റ് ഇൻ നമ്പേഴ്സ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റ് നമ്പേഴ്സ് തന്നെ എഴുതുക. 2/05/2010. 2 സ്ലാൻഡിങ് ഉള്ളതായിട്ടുള്ള ഒരു വര അല്ലെങ്കിൽ ബാർ 05/2010. ഇനി how many months old was Binsi on 2 August 2002? 2 August 2002 ബിൻസിക്ക് എത്ര വയസ്സ് പ്രായം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ബിൻസി ജനിച്ച ദിവസം ഏതാണ്?
2002 അല്ലേ? 2 മെയ് 2002 ഇനി 2 ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ 8ാം മാസമാണ് അല്ലെ? 8ാം മാസമാണ് 2002. ഓക്കെ, അപ്പൊ ഡേറ്റില് വ്യത്യാസമൊന്നുമില്ല, മാസത്തിന് വ്യത്യാസമുണ്ട്, വർഷത്തില് വ്യത്യാസമില്ല. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് how many months old was Vinci on 2 August 2002? 2 August 2002 എങ്ങനെ എഴുതാം? 2 ദിവസം അല്ലെ? 2 ഓഗസ്റ്റ് എന്നുള്ള മാസം, രണ്ടാമത് എഴുതുന്നത് മാസമാണ്. അപ്പൊ ഓഗസ്റ്റ് എന്നുള്ള മാസം എന്താണ്? 8ാം മാസമാണ് അല്ലെ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ഓഗസ്റ്റ് 8ാം മാസമാണ്. 2002 എന്നുള്ളത് വർഷമാണ് അല്ലെ? നമ്മുടെ ഡേറ്റിന്റെ ഫോർമാറ്റിൽ എപ്പോഴും ഫസ്റ്റ് ഡേറ്റ് ആണ്, ദിവസമാണ് എഴുതുന്നത്. രണ്ടാമത് എഴുതുന്നത് എന്താണ്? മാസമാണ്. മൂന്നാമത് എഴുതുന്നത് വർഷമാണ്. അപ്പൊ ക്വസ്റ്റ്യനില് 2/8/2002 വിൻസിക്ക് എത്ര വയസ്സുണ്ടായിരിക്കും എന്നാണ്. ഓക്കെ, അപ്പൊ എത്ര വയസ്സുണ്ടായിരിക്കും? ഡേറ്റിന്റെ വ്യത്യാസം, ജനിച്ച ദിവസം ഇതാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ ദിവസത്തിൽ എത്ര വയസ്സുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നോക്കി, ഡേറ്റില് വ്യത്യാസമൊന്നുമില്ല, മാസത്തില് വ്യത്യാസമുണ്ട് അല്ലെ? 8 - 5 എന്താണ്? വലിയ നമ്പർ 8 ആണ്. 8 - 5 എന്താണ്? 3. മാസത്തില് വ്യത്യാസമുണ്ട്, വർഷത്തില് വ്യത്യാസം ഉണ്ടാവും. 2002. അപ്പോ 3 months തന്നേക്കുന്ന ആ ക്വസ്റ്റ്യൻ അല്ലെ? 2/8/2002 വിൻസിക്ക് എന്താണ്? 3 മാസം പ്രായമുണ്ട്. 3 months. ഇനി 6. How many years old is Vinci now? അങ്ങനെയെങ്കിൽ വിൻസിക്ക് ഇപ്പോൾ എത്ര വയസ്സ് പ്രായമുണ്ടായിരിക്കും എന്ന് കണ്ടുപിടിക്കുക. ഇപ്പോഴത്തെ വർഷം ഏതാണ്? 2020 അല്ലേ? 2020 എങ്ങനെ എഴുതുന്നത്? 2020. ജനിച്ച വർഷമോ? 2002 ആണ് അല്ലേ? വലിയ നമ്പർ 2020 ആണ്, ചെറിയ നമ്പർ 2002 ആണ്. അപ്പോൾ 2002 ജനിച്ച വിൻസിക്ക് 2020 ആയപ്പോൾ എത്ര വയസ്സായെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2020 - 2002 ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ വൺസിന്റെ സ്ഥാനത്ത് 10s 100,000. വൺസിന്റെ സ്ഥാനത്ത് മുകളിൽ 0, താഴെ 2. 0 - 2 ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താണ്? ഈ 0 എന്നുള്ളൊരു വലിയ നമ്പർ ആക്കി കൊടുക്കണം അല്ലെ? വലിയ നമ്പറിൽ നിന്ന് ഒരു ചെറിയ നമ്പർ മൈനസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. തൊട്ടിപ്പുറത്തെ നമ്പറിൽ നിന്ന് ഒരു കടം വാങ്ങിക്കാം. 2നെ ഒന്ന് കുറച്ച് 1 ആക്കി കൊടുത്തു. എന്നിട്ട് ആ 1നെ കടം വാങ്ങിച്ച 1നെ 0യുടെ കൂടെ എഴുതി കൂട്ടി വായിച്ചു. 10 എന്ന് കൂട്ടി വായിച്ചു. അപ്പൊ 10 - 2 ചെയ്യാൻ പറ്റുമല്ലോ. എന്താണ് ഉത്തരം? 10 - 2 8 ആണ്. ഓക്കെ, ഇനി അടുത്ത 10s ഒരുമിച്ച് മൈനസ് ചെയ്യും. 10s സ്ഥാനത്ത് 2 മാറി, ഇപ്പൊ 1 അല്ലേ? 1 - 0 എന്താണ്? 1 ആണ്. 100 സ്ഥാനത്ത് 0 - 0 0 ആണ്. 1000 സ്ഥാനത്ത് 2 - 2 0 ആണ്. അപ്പോൾ 2020 ആയപ്പോൾ വിൻസിക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? 18 years അല്ലേ? അവിടെ എഴുതിക്കുക എല്ലാവരും, 18 years. ഇനി after how many months of her birth was the certificate issued? വിൻസ് ജനിച്ച ദിവസം 2/5/2002 അല്ലേ? ആ ദിവസം തന്നെയാണ് അവര് എന്താണ് രജിസ്ട്രേഷന് വേണ്ടി കൊടുത്തത്. അങ്ങനെയെങ്കിൽ രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ കൊടുത്തല്ലേ? അപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റ് മാതാപിതാക്കളുടെ കയ്യിൽ കിട്ടിയ ദിവസം ഏതാണ്? ആ ഫോമിൽ ഏറ്റവും താഴത്ത് കണ്ടോ? ഡേറ്റ് 5/8/2002 എന്ന് കണ്ടോ? പേജ് നമ്പർ 100 ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട് 5/8/2002 എന്നാണ്. ഓക്കെ, അപ്പൊ ആ സർട്ടിഫിക്കറ്റ് ആയി മാതാപിതാക്കളുടെ കയ്യിൽ കിട്ടിയ ദിവസം 5/8/2002 ആണ്. അങ്ങനെയെങ്കിൽ ആ ഡേറ്റിൽ എന്താണ് വിൻസിക്ക് എത്ര ദിവസം, എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷം പ്രായമുണ്ട് എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ജനിച്ച ദിവസത്തിന്റെ ആ ഡേറ്റിന്റെ ഫോർമാറ്റ് അറിയാം. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ ദിവസത്തിന്റെ ഡേറ്റ് ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഏതൊക്കെ വ്യത്യാസമുണ്ട്? ഡേറ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? 5/2 വ്യത്യാസമുണ്ട്. മാസങ്ങൾ തമ്മിൽ 5ഉം 8ഉം വ്യത്യാസമുണ്ട്. വർഷത്തിൽ ഒരു വ്യത്യാസമില്ല. ഓക്കെ, അപ്പൊ ഡേറ്റിൽ ഏതൊക്കെ വ്യത്യാസമുള്ളത്? 5 - 2 3 ആണ്. മാസമോ 8 - 5 വലിയ നമ്പർ 8 ആണ്. 8 - 5 3 ആണ്. അപ്പോൾ 3 months and 3 days. അവിടെ എഴുതിക്കുക എല്ലാവരും. ആ സർട്ടിഫിക്കറ്റ് മാതാപിതാക്കളുടെ കയ്യിൽ കിട്ടിയ ദിവസം വിൻസിക്ക് 3 മാസവും 3 ദിവസവും പ്രായമുണ്ടായിരുന്നു അല്ലെ? ജനിച്ച ദിവസത്തിൽ നിന്ന് 3 മാസം 3 ദിവസവും പ്രായമുണ്ടായിരുന്നു. 3 months and 3 days. അവിടെ എഴുതിക്കുക എല്ലാവരും.
ഇനി വാട്ട് ഈസ് ദ രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ഹർ സർട്ടിഫിക്കറ്റ്? ആ സർട്ടിഫിക്കറ്റിലെ ബിൻസിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ രജിസ്ട്രേഷൻ നമ്പർ എന്താണ്? അവിടെ ഡയറക്റ്റ് ആ ഫോമിലുണ്ട് 815/02. എഴുതിക്കെല്ലാവരും 850/02. ഓക്കെ, ഇനി ഫൈൻഡ് ഔട്ട്. ഇത് നിങ്ങളുടെ കാര്യങ്ങളാണ്. നിങ്ങൾ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് 101 പേജ് നമ്പറിലെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ആ ഫോമിൽ എഴുതുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വെർ യു ബോൺ? നിങ്ങൾ എവിടെയാണ് ജനിച്ചത്? ഓക്കെ, എന്നാണ് അല്ലെങ്കിൽ എവിടെയാണ് ജനിച്ചത് അവിടെ എഴുതുക. ഇനി റൈറ്റ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ നമ്പേഴ്സ്. നിങ്ങൾ ജനിച്ച ദിവസത്തിന്റെ എന്താണ് ആ ഡേറ്റ് നമ്പേഴ്സ് അവിടെ എഴുതുക. ഡു യു ഹാവ് എ ബർത്ത് സർട്ടിഫിക്കറ്റ്? നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ആസ്ക് യുവർ പാരന്റ്സ് ആൻഡ് മേക്ക് വൺ ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചിട്ട് ഈ ബിൻസിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഫോണിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ ഫില്ല് ചെയ്യുക. ഓക്കെ, ഗവൺമെന്റ് ഓഫ് കേരള. ഓക്കെ, ഫോം നമ്പർ ഒന്നും വേണ്ട. ഗവൺമെന്റ് ഓഫ് കേരള ബർത്ത് സർട്ടിഫിക്കറ്റ്. ഓക്കെ, this is to certify that this information is taken from the original record of birth which is in the register for the year. നിങ്ങൾ ജനിച്ച വർഷം ഓഫ് ആലപ്പുഴയിലാണ് ജനിച്ചതെങ്കിൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റി എന്ന് എഴുതുക. ഓക്കെ, നിങ്ങളുടെ പേര് നെയിം എഴുതുക. സെക്സ്, നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ മെയിൽ എന്നും പെൺകുട്ടിയാണെങ്കിൽ ഫീമെയിൽ. ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ ജനിച്ച ദിവസം അവിടെ നമ്പർ ആക്കി എഴുതുക, വേർഡ്സിലും എഴുതുക. ഓക്കെ, ഇനി പ്ലേസ് ഓഫ് ബർത്ത്, നിങ്ങൾ എവിടെയാണ് ജനിച്ചത് എന്നുള്ളത് അവിടെ എഴുതുക. നെയിം ഓഫ് ഫാദർ, നെയിം ഓഫ് മദർ, പാപ്പായുടെയും ഉമ്മയുടെയും പേര് എഴുതുക. ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, എന്നാണ് ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ അപേക്ഷിച്ച ദിവസം, ആ ദിവസം അവിടെ എഴുതുക. പാപ്പായുടെ ഉമ്മയുടെ ചോദിച്ചിട്ട് എഴുതുക കേട്ടോ. ഇനി രജിസ്ട്രേഷൻ നമ്പർ, അങ്ങനെയെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു രജിസ്ട്രേഷൻ നമ്പർ കാണും, ആ നമ്പർ അവിടെ എഴുതുക. താഴത്തെ ഡേറ്റ് ഉണ്ടാവും നിങ്ങൾക്ക് എന്നാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക ആ ദിവസം. നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ആ ഡേറ്റ് അവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്വന്തം ബർത്ത് സർട്ടിഫിക്കറ്റ് ഫില്ല് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫില്ല് ചെയ്താൽ മതി. ഇനി പേജ് നമ്പർ 102. 2018 ഫുൾ കലണ്ടർ ഉണ്ട് കണ്ടോ. ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള മാസങ്ങളുടെ എല്ലാ തീയതികളും ഉൾക്കൊള്ളിക്കുന്ന ഒരു കലണ്ടർ ഉണ്ട്. ഓക്കെ, ഇനി അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് പേജ് നമ്പർ 103 calendar. Let us look at the calendar for the year 2018. 2018 calendar നോക്കുക. താഴെ കാണുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. How many months does a year have? ഒരു വർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ട് എന്ന് കൗണ്ട് ചെയ്തേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ടോട്ടൽ 12 months അല്ലെ, 12 മാസങ്ങളുണ്ട്. എഴുതിക്ക് എല്ലാവരും 12 months. List of months which have 30 days. 30 ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതൊക്കെയാണ് കണ്ടുപിടിച്ചേ. ഏതൊക്കെയാണ്? ഏപ്രിൽ, ജൂൺ, ഏപ്രിലിൽ 30 ദിവസമേ ഉള്ളൂ. ജൂൺ, സെപ്റ്റംബർ, നവംബർ, ഈ 4 മാസങ്ങളിലാണ് 30 ദിവസം ഉള്ളത്. അപ്പൊ അത് അവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഓഫ് മന്ത്സ് വിച്ച് ഹാവ് 31 days. ഇനി 31 ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതൊക്കെയാണ് കണ്ടുപിടിച്ച് അവിടെ എഴുതുക. ഏതൊക്കെയാണ് നോക്കിക്കേ. ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ. കണ്ടോ, ഈ ലിസ്റ്റ് നോക്കുമ്പോൾ 31 ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതൊക്കെയാണ് കണ്ടുപിടിക്കുക, അവിടെ എഴുതുക. ഇനി how many days does the month of February have? ഫെബ്രുവരിക്ക് എത്ര ദിവസങ്ങളുണ്ട്? ഓക്കെ, 28 days. കണ്ടോ, 28 days. അവിടെ എഴുതിക്കാരും 28 days. പിന്നെ ഒരു കാര്യം മിസ്റ്റർ പറയാനുള്ളത്, ഫെബ്രുവരിയിൽ സാധാരണ 28 days ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരിയിൽ ഒരു ദിവസം എക്സ്ട്രാ വരും. അതായത് 29 days വരും in a leap year. Okay, 28 days or എന്ന് എഴുതി 29 days. 4 വർഷം കൂടുമ്പോൾ നമ്മൾ ഒരു ലീപ്പ് ഇയർ എന്ന് ആഘോഷിക്കും. ആഘോഷിക്കുന്ന ആ വർഷം ഫെബ്രുവരിയിൽ 29 ദിവസങ്ങളുണ്ടായിരിക്കും. ബാക്കി 3 വർഷം 28 ദിവസമേ ഉള്ളൂ. ഓരോ 4 വർഷം കൂടുമ്പോൾ 4 വർഷം കൂടുമ്പോൾ ഫെബ്രുവരിയിൽ 29 ദിവസം ഉണ്ടാകും. അപ്പോൾ അവിടെ എഴുതിക്കുക എല്ലാവരും 28 days or 29 days in a leap year. LEAP, leap year, YEAR, leap year. ഇനി how many days make a week? എത്ര ദിവസം കൂടുമ്പോഴാണ് ഒരു ആഴ്ചയാവുന്നത്? 7 days അല്ലേ. 7 days.
ഇനി ഹൗ മെനി വീക്സ് ആർ ദെയർ ഇൻ ജൂലൈ? ജൂലൈയിലെ എത്ര ആഴ്ചകളുണ്ട്? നമുക്ക് എത്ര ആഴ്ചകളുണ്ട്? കംപ്ലീറ്റ് ആയിട്ടുള്ളത് 4 ആഴ്ചകളാണ് അല്ലേ? ജൂലൈയില് 29, 30, 31 അത് പകുതിയോളം അല്ലെ. കംപ്ലീറ്റ് ആഴ്ചകളുള്ള 4 ആഴ്ചകളാണ് ജൂലൈ എന്ന മാസത്തിലുള്ളത് അല്ലെ. സൺഡേ തൊട്ട് സാറ്റർഡേ വരെയുള്ള കംപ്ലീറ്റ് ഫില്ല് ചെയ്തിരിക്കുന്നത് 4 ആഴ്ചകളാണ്. അപ്പൊ 4. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് ട്രൂ ഫോർ ഓൾ മന്ത്സ്? എല്ലാ മാസങ്ങൾക്കും 4 ആഴ്ചകളുണ്ടോ? ഉണ്ട്. എല്ലാ മാസങ്ങൾക്കും കൃത്യമായി 4 ആഴ്ചകൾ ഉണ്ടാവും. അപ്പൊ അവിടെ എഴുതിക്കുക എല്ലാവരും. യെസ്. ഇനി അടുത്തത്, ഇൻ വിച്ച് മന്ത്? ചിലപ്പോൾ ഫെബ്രുവരിയിൽ വ്യത്യാസമുണ്ട്, അതേക്കുറിച്ച് ആലോചിക്കണ്ട, നിങ്ങളിപ്പോൾ യെസ് എന്ന് എഴുതിയാൽ മതി. ഇൻ വിച്ച് മന്ത് ഡിഡ് യു കം ടു ക്ലാസ് 3? നിങ്ങൾ ക്ലാസ് 3യിലൂടെ പ്രവേശിച്ചത് ഏത് മാസമാണ്? ഈ വർഷം നമുക്ക് ഓൺലൈൻ ക്ലാസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഏത് മാസമായിരുന്നു? ജൂൺ. അല്ലെങ്കിൽ സാധാരണ ജൂൺ മാസമാണ് നമ്മുടെ സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ജൂൺ എന്ന് എഴുതുക. ഈ വർഷം ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകളാണ്, അത് സ്റ്റാർട്ട് ചെയ്തത് ജൂൺ മാസമാണ്. ഇനി make a circle on these days in the calendar. 26th January. 26th January എന്ന ദിവസം എന്താണ്? ജനുവരിയിൽ 26ാം ദിവസം. അവിടെ പെൻസിൽ വെച്ചൊന്ന് റൗണ്ട് ചെയ്ത്. ഓക്കെ. 14th നവംബർ. നവംബർ കണ്ടോ? നവംബർ മാസം 14 ഒരു വെനസ്ഡേ വരും. അവിടെ പെൻസിൽ വെച്ച് റൗണ്ട് ചെയ്യുക. 31st ഡിസംബർ. 31st ഡിസംബർ എന്താണ്? ഏറ്റവും ലാസ്റ്റ് ദിവസം, ഒരു വർഷത്തിലെ ഏറ്റവും അവസാന ദിവസം. അതും പെൻസിൽ വെച്ചൊന്ന് റൗണ്ട് ചെയ്യുക. Is there something special about these days? എന്തെങ്കിലും പ്രത്യേകതകൾ ഈ ദിവസങ്ങൾക്കുണ്ടോ? യെസ്. അവിടെ എഴുതിക്കേ. യെസ്. 26th ജനുവരിയുടെ നേരെ അവിടെ എന്താണ്? നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ദിവസമാണ് 26th ജനുവരി. അപ്പൊ അവിടെ എഴുതിക്കേ റിപ്പബ്ലിക് ഡേ. ഇനി 14th നവംബറോ? ചിൽഡ്രൻസ് ഡേ. ഇപ്പൊ കഴിഞ്ഞു പോയത് ചിൽഡ്രൻസ് ഡേ. 31st ഡിസംബറോ? എന്താണ്? ന്യൂ ഇയർ അല്ലെ. നമ്മുടെ എൻഡ് ഓഫ് ദ ഇയർ അല്ലെ, എൻഡ് ഓഫ് ദ ഇയർ അല്ലെങ്കിൽ ന്യൂ ഇയർ ഈവനിങ് എന്ന് എഴുതാം. ഓക്കെ. പുതുവർഷം ആരംഭിക്കാൻ പോകുന്നത് അവസാനത്തെ എന്താണ്? തലേദിവസമുള്ള അവസാനത്തെ ദിവസമാണ് അല്ലെ. അപ്പോൾ ഒന്നെങ്കിൽ എന്താണ്? ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ന്യൂ ഇയർ ഈവനിങ് എന്ന് എഴുതാം. ഇനി fill the blanks with the correct year. ഈ തന്നേക്കുന്ന ആ ഒരു മഞ്ഞ ബോക്സിൽ കുറച്ച് വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് താഴെ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതുക. വിച്ച് ഇയർ വാസ് ഇറ്റ് 2 years ബാക്ക്? 2 വർഷം പുറകിലുള്ള ഇയർ ഏതാണ്? ഇതിപ്പോ 2020 അല്ലേ? 2020 2 വർഷം പുറകിലുള്ള സോറി ഈ വർഷം 2018 എന്ന കലണ്ടറിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ചോദ്യം എന്താണ്? Which year was it? 2 years back. അല്ലെങ്കിൽ 2018 നിന്ന് 2 വർഷം പുറകോട്ടൊന്ന് കുറച്ച് 1000, 100, tens, ones. Okay. 2018 - 2 ചെയ്ത് നോക്കാം. വൺസിന്റെ സ്ഥാനത്ത് 8ഉം 2ഉം ഉണ്ട്. 8 - 2 എന്താണ്? 6 ആണ്. ടെൻസിന്റെ കൂടെ 1 ഉള്ളു. 1 കൂടെ മൈനസ് ചെയ്യാൻ താഴത്തോട്ടില്ല. ആ 1 താഴത്തോട്ട് എഴുതി, 0 താഴത്തോട്ട് എഴുതി, 2ഉം താഴത്തോട്ട് എഴുതി. അപ്പോൾ 2018 നിന്ന് 2 വർഷം പുറകോട്ട് പോയാലുള്ള വർഷം ഏതാണ്? 2016. അവിടെ എഴുതിക്കെല്ലാവരും 2016. ഇനി in which year were you in class 2? നിങ്ങൾ ക്ലാസ് 2ൽ ഇരുന്ന വർഷം ഏതാണ്? ഇതിപ്പോൾ 2020 നിങ്ങൾ ക്ലാസ് 3ലല്ലേ? അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം 2019 നിങ്ങൾ ക്ലാസ് 2ലായിരുന്നു അല്ലേ? 2019. ഇനി which year will be the next year? അടുത്ത വർഷം ഏതാണ്? ഇതിപ്പോൾ 2020 അല്ലേ? അടുത്ത വർഷം ഏതായിരിക്കും? 2021. ഇനി which year will comes after 3 years? 3 വർഷം കഴിഞ്ഞ് വരുന്ന വർഷം ഏതായിരിക്കും? 2000. ഇതിപ്പോൾ 2020 ആണ്. 2020 + 3 എന്താണ്? 0 + 3 3 ആണ്. ഈ 2 താഴത്തോട്ട് എഴുതി, 0 താഴത്തോട്ട് എഴുതി, 2 താഴത്തോട്ട് എഴുതി, 2023 അല്ലേ? 2023. ഓക്കെ. അപ്പം പേജ് നമ്പർ 103 വരെ രണ്ട് ബോക്സ്. പേജ് നമ്പർ 101 പേജ് നമ്പർ 103 വർക്കുകളുണ്ട്. ആ വർക്കുകൾ എല്ലാവരും സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ. എല്ലാവരും ചെയ്ത് മിസ്സിന് ഹോംവർക്ക് അയച്ചു തരുമല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യാം. മസ്റ്റായിട്ട് ഹോംവർക്ക് എല്ലാം തന്നെ ചെയ്ത് മിസ്സിന് അയച്ചു തരണം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ്.